നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റിൻ്റെ വാല്യൂ സ്വിച്ച് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്ന ചേഞ്ചസ്, എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഈ വാല്യൂസൊക്കെ ഇതുപോലെ ചേഞ്ച് ആക്കാം, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം, സ്റ്റൈൽ CSSനെ അത് CSS അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. ഇവിടെ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഇപ്പം എന്ത് സംഭവിച്ച്, ബാക്ക്ഗ്രൗണ്ട് കളറിലേക്ക് ഒരു വാല്യൂ ബൈ ഡിഫോൾട്ട് ബ്ലാക്ക് ആണ് വന്നിട്ടുണ്ടായില്ല. ഇനീഷ്യലി ബ്ലാക്ക് ആയിരുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്ത്, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ റെഡ് ആക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് ആക്കുക എന്നുള്ളൊരു കണ്ടീഷൻ കൊടുത്ത് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് ഈ കളേഴ്സ് അങ്ങനെ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു സ്വിച്ച് പോലെ ജസ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബൾബ് എന്തെങ്കിലും കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഗ്ലോ ചെയ്യുന്നു, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓഫ് ആവുന്നു. ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കോഡ് ചെയ്തുണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കവർ ചെയ്യേണ്ടത്, ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റിലുള്ള വാല്യൂ ആണെങ്കിൽ അവിടെ പ്രിൻ്റ് കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്രിൻ്റ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ എന്താണ് അതവിടെ ചേഞ്ച് ആവുന്നതും കാണാം. ഈ സ്റ്റൈലിലും ചേഞ്ച് ആക്കി കണ്ടന്റിലും എഡിറ്റ് വരുത്തി എന്നുള്ളൊരു കേസും കൂടെ ഇതിലൂടെ കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ബൈ ഡിഫോൾട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് JSON.stringify സ്റ്റൈലിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റൈൽ ആക്കെ, ഈ സ്റ്റൈലിന് ഇവിടെ വെറുതെ എഴുതി വരുന്നുണ്ട്. നമുക്ക് നോ പ്രോപ്സ് മെസ്സേജ് പാസ്ഡ്, പ്രോപ്സിലേക്ക് മെസ്സേജ് പാസ് ചെയ്തിട്ടില്ല എന്ന്. അതവിടെ ബ്ലോക്ക് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഞാൻ മെസ്സേജ് കൊടുത്തോക്കട്ടെ. മെസ്സേജ് ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് കളർ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറിൽ സെറ്റ് ചെയ്യുന്ന വാല്യൂ അവിടെ വരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പൈലിംഗ് ആണ്. ആവശ്യമില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷൻസ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ, അതുകൊണ്ടാണോ അറിയില്ല. ഓക്കെ, ബ്ലാക്ക് വന്ന്. ഓക്കെ, ഇനി നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് മാറും, റെഡായി. ഓക്കെ, ഇതുപോലെ നമുക്ക് CSSലും അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലെല്ലാ കണ്ടന്റിലൊക്കെ നമുക്ക് ഓരോ ഇവന്റ് ഹാൻഡ്ലർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു വെർഷനാണ്. നമുക്ക് ഇപ്പോൾ അതെന്താ ഡയറക്റ്റ് ഒരു സ്ട്രിങ് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രിങ് ഇനി നമുക്ക് നമ്പർ ആക്കാം, നമ്പർ അറേ ആക്കാം, അറേ ഒബ്ജക്റ്റും ആക്കാം. ഓക്കെ, ഈ നമ്പറും സ്ട്രിങ്ങും ഒക്കെ ഏകദേശം സെയിം ആണ്. അറേയും അറേ ഒബ്ജക്റ്റ് ആണ് നമുക്ക് പ്രത്യേകം വേറെ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിലോട്ട് വരാം. അതിനു മുമ്പ് വേറൊരാളെയും കൂടെ പരിചയപ്പെടണം. നമ്മളെ ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ റിയാക്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, ആദ്യം ഇവിടെ ഇനീഷ്യലി ഡാറ്റ ഒന്നുമില്ല. ഡാറ്റ നമ്മുടെ സെർവറിൽ നിന്നൊക്കെ പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അത് എപ്പോൾ നമ്മുടെ സെർവർ പ്രോപ്പറായി റൺ ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രം മതി എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ബിൽഡിൻ ഫങ്ഷനാണ്, അത് യൂസ് ചെയ്യണം. അതിൽ ഒരു ഫങ്ഷനാണ് യൂസഫെറ്റ് എന്ന് പറയും. അതായത് യൂസഫെറ്റ്, നമുക്കത് അതിൻ്റെ സ്നിപ്പറ്റ് ഉണ്ട് ഓൾറെഡി. സ്നിപ്പറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഡ് ബ്ലോക്ക് കംപ്ലീറ്റ് വരും. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സ്നിപ്പറ്റ് എക്സ്റ്റൻഷൻ അനുസരിച്ച് നിൽക്കും. ഇതൊക്കെ അതുപോലെ ഓരോ ഹുക്ക് എന്നൊക്കെ പറയും. ഹുക്കാണ്, നമുക്ക് ഏത് വേണമെങ്കിലും. ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. യൂസ് മെമ്മോ, യൂസ് റെഡ്യൂസർ. നമുക്കിപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് യൂസ് എഫക്റ്റ് നോക്കാം. സ്റ്റേറ്റ് ആയ ഇതാണ് യൂസ് എഫക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഈ കോമ്പോണൻറ്റ് ഡിഡ് മൗണ്ട്
അത് കാര്യമാക്കണ്ട. പണ്ട് നമ്മളിവിടെ ഫംഗ്ഷൻ എഴുതുന്നതിന് പകരം ക്ലാസ് വെച്ചിട്ടൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് ഒന്നും കൂടെ ലേറ്റസ്റ്റ് ഇപ്പോൾ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഫംഗ്ഷനാണ്, ഏതെങ്കിലും ഏത് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. മേ ബി നിങ്ങൾ കുറച്ച് ചില ഇൻഡസ്ട്രിയിൽ ക്ലാസ് ആയിരിക്കും, ചിലയിടത്ത് ഫംഗ്ഷൻ ആയിരിക്കും. വേറെ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു കാര്യം പക്കയായിട്ട് പഠിക്കുക, രണ്ടും അറിഞ്ഞിരുന്നാൽ അത്രയും ബെറ്റർ. നമുക്കിപ്പോൾ ഫംഗ്ഷൻ വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ യൂസ് എഫക്റ്റ് എഴുതുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ നോക്കുക. യൂസ് എഫക്റ്റ് എഴുതിയിട്ട് എന്തൊക്കെയാണ് അതിൽ വരുന്നത്, ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. എന്താണ്, ഒരു ആരോ ഫംഗ്ഷൻ ഉണ്ട്. ആരോ ഫംഗ്ഷൻ്റെ പോലെ അതിനകത്ത് കണ്ടന്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതും. അതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് ഒരു അറയും കൂടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാന്നുള്ളത് പറഞ്ഞുതരാം. console.log usefetch worked. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ റിയാക്ട് പ്രോജക്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ റൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ, ഫസ്റ്റ് തന്നെ റൺ ചെയ്യുന്ന ഒരു മെത്തേഡാണ് യൂസർഫെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്ക് അഡീഷണൽ ആയിട്ട് സെർവറിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഗെറ്റ് ഡാറ്റ ഫ്രം സെർവർ സെറ്റപ്പ് കസ്റ്റമർ ഡീറ്റെയിൽസ് ഓൺ ലോക്കൽ സ്റ്റോറേജ്. ഇതെന്താ വെച്ചാൽ നമ്മളെ ബ്രൗസറിന് ഒരു സ്റ്റോറേജ് ഉണ്ട്. ആ സ്റ്റോറേജിൽ കുറച്ച് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡാറ്റ സെർവറിൽ നിന്ന് ഡാറ്റ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് എന്തിനകത്ത് ചെയ്യാൻ പറ്റും, യൂസർഫെറ്റ് എന്നുള്ള ഫംഗ്ഷനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഒരു തവണ കൂടെ അത് വീണ്ടും കോൾ ആവും. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം മാത്രമേ കോൾ ആവുള്ളൂ. വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് സെറ്റ് ചെയ്തു, സ്റ്റേറ്റിൻ്റെ കളർ മാറ്റി അല്ലെങ്കിൽ ഈ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. പകരം എന്താണ്, നമുക്ക് ഇതിൻ്റെ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഡാറ്റ വീണ്ടും ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും സെറ്റ് ഓഫ് കാര്യങ്ങൾ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ ഇതിനകത്തോട്ട് കൊണ്ടുവിടുക. അപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ 2, ഇപ്പോൾ 3-4 സ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3-4 സ്റ്റേറ്റിൻ്റെ ഒക്കെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ഇത് കോൾ ആണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ 2, കളർ 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെമോ പർപ്പസിന് വേണ്ടി കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, ആദ്യം യൂസർഫെറ്റിൻ്റെ വർക്കിംഗ് നോക്കാം, എന്നിട്ടല്ലേ നമുക്ക് ഓരോ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ മാറുന്നത്. ഓക്കെ, ഒന്ന് ഞാൻ ജസ്റ്റ് റീലോഡ് ചെയ്തു. നമ്മളെ പ്രോജക്റ്റ് ലോഡ് ചെയ്ത സമയത്ത് തന്നെ യൂസർഫെറ്റിനുള്ള പോർഷൻ വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിചാരിച്ചിട്ട് ഇവിടെ വീണ്ടും ഒന്നും നടക്കുന്നില്ല. കാരണം യൂസർഫെറ്റ് വർക്കാണല്ലോ, 1 ടൈം മാത്രമേ വർക്കായിട്ടുള്ളൂ. കംപ്ലീറ്റ്ലി ക്ലയൻറ്റ് സൈഡിൽ മാത്രമാണ് ചേഞ്ചസ് വരുന്നത്, വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ 1, 2, 3 ഒക്കെ അതിലൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ യൂസർഫെറ്റ് വർക്ക് ചെയ്യണം. ഇനി നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനീഷ്യലി വർക്കാവുന്നത് വർക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടോ വർക്കാവുന്നുണ്ട്. അങ്ങനെ ഇതിനർത്ഥം എന്താ, നമ്മൾ ഈ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വർക്കാവുന്നതിൻ്റെ കാരണം എന്താണ്, നമ്മൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഈ ഡീറ്റെയിൽസ് കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും മിനിമം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക യൂസർഫെറ്റിൻ്റെ ഒരു കേസ്. ഓക്കെ, ഇതെന്താണ്, ഒരു ഹുക്കാണ്, ഇതും വേറൊരു ഹുക്കാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ID സെൽഫായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ യൂസർഫെറ്റ് നോട്ടിഫൈ എന്ന് പറഞ്ഞിട്ട് എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യം യൂസർഫെറ്റിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് എന്തുണ്ട്, ഈ സ്റ്റേറ്റിൽ ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ് വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു അറേ കൊടുത്ത് നോക്കണം, ഒബ്ജക്റ്റ് കൊടുത്ത് നോക്കണം. ആ അറേയും ഒബ്ജക്റ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അതുകൂടെ നമുക്ക് ഏകദേശം റിയാക്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു പോർഷനും കൂടെ കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ പാക്കേജ് നമ്മുടെ റിയാക്റ്റിലേക്ക് കൊണ്ടുവരിക, അത് കൊണ്ടുവന്നിട്ട് അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഈ എക്സ്റ്റേണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പാക്കേജ് നമ്മളെ റൗട്ടർ ആയിരിക്കും. അതായത് നമ്മൾ സാധാരണ എ ടാഗ് എഴുതുമല്ലോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേജിലോട്ട് പോവുക, അവിടുന്ന് ക്ലിക്ക് ചെയ്താൽ വീണ്ടും തിരിച്ചിങ്ങോട്ട് വരിക, അങ്ങനത്തെ ഒക്കെ ഒരു ഫങ്ഷനാലിറ്റി തരുന്നതാണ് എ ടാഗ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് റിയാക്റ്റിൽ അതിന് റൗട്ടറിനകത്ത് ഒരു പാക്കേജ് ഉണ്ട്, ലിങ്ക് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. നമുക്ക് ആ ഒരു ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റൗട്ട് ചെയ്യുക. അതായത് എ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് ബി പറഞ്ഞ പേജിലേക്ക് പോവുക, ബിന്ന് സിക്ക്, അല്ലെങ്കിൽ സിന്ന് വീണ്ടും എയിലേക്ക്, അങ്ങനെയൊക്കെ പോവുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാവിഗേഷൻ, നമ്മുടെ ഇപ്പോൾ ഒരു ബ്രൗസർ എടുക്കുകയാണെങ്കിൽ ഹോം, എബൌട്ട്, കോണ്ടാക്ട്, കാരിയർ എന്നൊക്കെ ഓരോ പേജസ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ പേജിലേക്ക് പോകുന്ന ആ ഒരു ഫങ്ഷനാലിറ്റിയാണ് ഈ പറയാൻ പോകുന്നത്. ഡിസൈനിങ് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാന്നുള്ളത്. പിന്നെ ഇനി റൗട്ടിങ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ പേജിലേക്ക് മൂവ് ചെയ്യുന്നതിനെ പറ്റിയും അറിയും. പിന്നെ അതുപോലെ തന്നെ ആ വെബ് പേജിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് അതിലെ കണ്ടന്റ് ആണെങ്കിൽ ഡൈനാമിക് ആയിട്ട് മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് കളറോ എന്ത് CSS സ്റ്റൈലിങ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു ചെറിയൊരു ബേസിക് വെർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രോപ്സ് കവർ ചെയ്തിട്ടുണ്ട്, കമ്പോണൻസ് കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മെത്തേഡ്, ഫങ്ഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നോർമൽ ഇഫ് എൽസ്, ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഉള്ള അതേ ഇഫ് എൽസ് തന്നെയാണ്. പിന്നെ സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ള യൂസ് സ്റ്റേറ്റ് പറഞ്ഞ ഹുക്ക് കവർ ചെയ്തിട്ടുണ്ട്, യൂസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് അറേയും അറേ ഓഫ് ഒബ്ജക്റ്റും പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ പാക്കേജ്, റിയാക്റ്റിൻ്റെ ഒഫീഷ്യലായിട്ട് അവർ തരുന്ന ഒരു പാക്കേജ് തന്നെയാണ് അത് റൗട്ടർ. ആ റൗട്ടറും കൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റിയാക്റ്റ് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.